കൊല്ലം കുണ്ടറയിൽ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയെ പോലീസ് പിടികൂടി നാട്ടിലെത്തിച്ചു. പടപ്പക്കര സ്വദേശി അഖിലിനെയാണ് കുണ്ടറ പോലീസ് ശ്രീനഗറിലെത്തി പിടികൂടിയത്. 4.5 മാസമായി പ്രതിയെ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പടപ്പക്കര സ്വദേശികളായ പുഷ്പലതയെയും ആന്റണിയെയും കൊലപ്പെടുത്തിയ പ്രതി അഖിലിനെയാണ് മാസങ്ങൾക്കൊടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഓഗസ്റ്റ് 16-ാം തീയതിയാണ് അഖിൽ തന്റെ അമ്മയെയും മുത്തച്ഛനെയും ക്രൂരമായി കൊലപ്പെടുത്തിയത്. ലഹരിക്ക് അടിമയായിരുന്ന അഖിൽ അമ്മയോട് പണം ആവശ്യപ്പെടുകയും പണം നൽകാത്തതിനെ തുടർന്ന് തർക്കമുണ്ടാവുകയും ചെയ്തു. പിന്നീട് പുഷ്പലതയെ തലയ്ക്കടിച്ചും ശ്വാസം മുട്ടിച്ചും അഖിൽ കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മുത്തച്ഛനെയും ക്രൂരമായി പരിക്കേൽപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ആന്റണി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സംഭവത്തിന് ശേഷം അഖിൽ ഒളിവിൽ പോവുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന അമ്മയുടെ ഫോൺ വിറ്റു. സ്വന്തം ഫോണും സിമ്മും ഉപേക്ഷിച്ചു. മുമ്പ് പലതവണ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്തിട്ടുള്ള അഖിലിന് പല സ്ഥലങ്ങളും പരിചിതമായിരുന്നു. ആദ്യം പോയത് ഡൽഹിയിലേക്കാണ്. പുഷ്പലതയുടെ ATM കാർഡ് ഉപയോഗിച്ച് അഖിൽ ഡൽഹിയിൽ നിന്നും പണം പിൻവലിച്ചിരുന്നു. അങ്ങനെയാണ് അഖിൽ ഡൽഹിയിലെത്തിയെന്ന് പോലീസിന് മനസ്സിലായത്. എന്നാൽ പോലീസ് അവിടെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. പിന്നീടാണ് പ്രതി ശ്രീനഗറിലുണ്ടെന്ന ഒരു മലയാളി വഴി പോലീസിന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് കുണ്ടറ CI അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പുറപ്പെട്ടു. ശ്രീനഗറിലെ ഒരു വീട്ടിൽ ജോലിക്കാരനായി നിൽക്കുകയായിരുന്ന പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ശ്രീനഗറിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം ഡൽഹിയിലെത്തി വിമാനമാർഗമാണ് പ്രതിയെ കേരളത്തിലേക്ക് എത്തിച്ചത്. അഖിൽ ശ്രീനഗറിൽ നിന്നും നേപ്പാളിലേക്ക് കടക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അറസ്റ്റിലാകുമ്പോഴും സ്വന്തം അമ്മയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയതിൽ പ്രതിക്ക് കുറ്റബോധമുണ്ടായിരുന്നില്ല. അഖിൽ ലഹരിക്കായി പണം കണ്ടെത്താനായാണ് കൊലപാതകം നടത്തിയതെന്ന് കൊല്ലം റൂറൽ SP സാബു മാത്യു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുഷ്പലതയുടെ മകനായ അഖിലാണ് കുറ്റകൃത്യം നടത്തിയെന്ന് വെളിവായിട്ടാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വെളിവായി. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം കൊട്ടിയം പോയി. കൊട്ടിയത്തു നിന്ന് പിന്നെ തിരുവനന്തപുരം ട്രെയിനിൽ കയറി ഡൽഹിയിൽ നിന്ന് ജമ്മു, ശ്രീനഗർ ഈ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്തു വരികയായിരുന്നു. അപ്പോൾ നമ്മൾ വലിയ വിവിധ അന്വേഷണം നടത്തിയിരുന്നു. പല മാർഗത്തിലും കൂടെ നമ്മൾ അന്വേഷണം നടത്തി. ഇതിനുവേണ്ടി തന്നെ നമ്മൾ കഴിഞ്ഞൊരു 8-ാം മാസം മുതൽ ഈ 12-ാം മാസമുള്ള കഴിഞ്ഞ 4 മാസക്കാലയളവിൽ ഏകദേശം 5ഓളം ടീമുകളെ നമ്മൾ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കേസിൻ്റെ അന്വേഷണത്തിനായിട്ട് വിട്ടിരുന്നു. ഈ കേസ് റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ 2, 3, 4 ടീമുകൾ രൂപീകരിച്ചിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു. ഒരു ടീമിനെ തിരുവനന്തപുരം ഭാഗത്തേക്കും, മറ്റൊരു ടീമിനെ കൊച്ചി ഭാഗത്തേക്കും, വേറൊരു ടീമിനെ പാലക്കാട് ഭാഗത്തേക്കൊക്കെ അന്വേഷണം വിട്ടിട്ട് നമ്മൾ ബോർഡർ ചെക്ക് ചെയ്യാനും എല്ലാ പോലീസ് മേധാവിമാരെ അലർട്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു. അതിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടാത്ത ശേഷം നമ്മൾ വീണ്ടും ഒരു ടീമിനെ പല ടീമുകളായിട്ട് നമ്മൾ ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വിട്ടിരുന്നു. ഒരു ടീമിനെ ഡൽഹി വാരണാസി കേന്ദ്രീകരിച്ചൊരു ടീമിനെ നമ്മൾ വിട്ടിരുന്നു. മറ്റൊരു ടീമിനെ ഡൽഹി വാരണാസി ആദ്യത്തെ ടീം പോയി വന്ന ശേഷം അടുത്ത ടീമിനെ ഡൽഹി വാരണാസി കുളു മണാലി പിന്നെ മലാന എന്നൊരു സ്ഥലത്ത് പ്രതി പോകാൻ സാധ്യതയുണ്ടെന്ന് വരെ കിട്ടിയതിനനുസരിച്ച് ആ ഭാഗത്തെല്ലാം 2-3 ആഴ്ച അവർ അവിടെ ഹോൾട്ട് ചെയ്ത് അന്വേഷണം നടത്തി. എങ്കിലും നമുക്ക് തെളിവൊന്നും കിട്ടിയില്ല. പിന്നെ മറ്റൊരു ടീമിന് മഹാരാഷ്ട്ര പൂന ഭാഗത്തേക്ക് വിട്ടിരുന്നു. ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിട്ടിരുന്നു. അതും ആഴ്ചകളോടെ അന്വേഷണം നടത്തിയെങ്കിലും നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല. പിന്നെ മറ്റൊരു ടീമിനെ നമ്മൾ ഓൾ കേരള ബേസിൽ വിട്ടിരുന്നു. അത് തുറന്നുകൊണ്ടിരുന്നു. പിന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് 5ാമത്തെ ടീമാണ് ഇപ്പോൾ നമ്മൾ കാശ്മീരിലേക്ക് നമ്മുടെ കുണ്ട്ര ഇൻസ്പെക്ടർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അനിൽകുമാറും CPO അനീഷും അതുപോലെ തന്നെ നിഷാദ് ഹരിപ്പാട് പോലീസിൽ നിഷാദ് എന്നൊരു പോലീസ് CPO ഉൾപ്പെടെ 3 പേരുടെ ടീം നമ്മളിപ്പോൾ കാശ്മീരിലേക്ക് വിട്ടത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ലുക്കൗട്ട് നോട്ടീസ് എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ വിട്ടിരുന്നു. NCRB പോർട്ടൽ വഴി എല്ലാ പോലീസുകൾ അലർട്ട് ചെയ്തിരുന്നു. കൂടാതെ നമുക്ക് കിട്ടാവുന്ന നോർത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് നമ്മളിതിൻ്റെ സർക്കുലേഷൻ നടത്തിയിരുന്നു. എല്ലാ ഡ്രഗ്സും ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ പറഞ്ഞ ഒരുമാതിരി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഗഞ്ച, പിന്നെ ഹെറോയിൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു, MDMA ഉണ്ട്, LSD സ്റ്റാമ്പുണ്ട്, കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതില്ല. കൊക്കൈന് മറ്റുപയോഗിച്ചത് ശരിക്ക് മണാലി ഭാഗത്ത് വെച്ചിട്ടാണ്, ഇവിടെ വെച്ചിട്ടല്ല. മുത്തച്ഛൻ മരിച്ചത് നാട്ടുകാരുടെ ഫോണിൽ യൂട്യൂബ് നോക്കിയാണ് പ്രതി മനസ്സിലാക്കിയത്. ഇന്ന് കുണ്ടാർ സ്റ്റേഷനിലെത്തിച്ച പ്രതിയെ മറ്റു നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.